Welcome students. Differentiation of a complex function അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഇൻ്റഗ്രേഷനിലേക്ക് പോവാണ്. കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു സപ്പോസ് റിയൽ ഫംഗ്ഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഇസ് എ റിയൽ ഫംഗ്ഷൻ. അതിൻ്റെ ഇൻ്റഗ്രേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: വിത്തിൻ എൻ ലിമിറ്റ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് എക്സിൻ്റെ ചേഞ്ചിനനുസരിച്ച് എഫ് ഓഫ് എക്സ് ആ ഫംഗ്ഷന് വരുന്ന ചേഞ്ച് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് ഇങ്ങനെ ഒരു കർവാണ് നമുക്ക് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ ദറ്റ്സ് ഏരിയ അണ്ടർ ദിസ് കർവ് അല്ലേ. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഏരിയ അണ്ടർ ദിസ് കർവാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ കേസാണ് അല്ലേ. അപ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഇസഡ് ഇസ് ദി കോംപ്ലക്സ് ഫംഗ്ഷൻ ആൻഡ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ആൻഡ് അപ്പോൾ ഇതിന് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു വേരിയബിൾ ആയിരുന്നു. ആ വേരിയബിളിനനുസരിച്ച് ആ ഫംഗ്ഷൻ്റെ ചേഞ്ച് നമുക്ക് പറയാനായിട്ട് പറ്റും. ബട്ട് ഇവിടെ വരുമ്പോൾ എന്താണ്, രണ്ട് വേരിയബിൾ വരുന്നുണ്ട്, എക്സ് ആൻഡ് വൈ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു വേരിയബിളിനെ, ആ രണ്ട് വേരിയബിളിനെ നമ്മൾ ഒരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ബൈ യൂസിങ് എ പാരാമീറ്റർ. അപ്പോൾ ആ പാരാമീറ്റർ ഞാൻ ടി എന്ന് എടുക്കുന്നു. സോ സെഡ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി, വേർ എക്സ് ആൻഡ് വൈ ആർ ദി എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻസ് ഓഫ് ടി, the parameter, and t is a less than or equal to t less than or equal to b. അങ്ങനെയാണെങ്കിൽ സെഡ് ഓഫ് ടി ഇതാണെങ്കിൽ ഡി സെഡിനെ നമുക്ക് സെഡ് പ്രൈം ടി ഇൻറ്റു ഡി ടി എന്നെഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഇസഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി, അതായത് ഇതിനെ നമ്മൾ എന്താണ്, ഒരു സെഡിനെ നമ്മൾ സെഡ് ഓഫ് ടി ആ ഒരു പാരാമീറ്ററിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് ടി ദെൻ ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് അല്ലേ, സെഡ് പ്രൈം ഓഫ് ടി ഇൻറ്റു ഡി ടി, വേർ എക്സ് ആൻഡ് വൈ ആർ ദി എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ഓഫ് ടി. നൗ നമ്മളൊരു എന്താണ് ഈ ഒരു പ്ലോട്ട്, അതായത് കർവ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. എക്സ് ആൻഡ് വൈ ആർ ദി വേരിയബിൾ. അപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് പ്ലെയിനിൽ ആ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ എഫ് ഇസഡ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ഫംഗ്ഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അതിന് ഒരു ലൈൻ നമ്മൾ എടുക്കുന്നു, അതായത് കണ്ടൂർ അല്ലേ, ഒരു കണ്ടൂർ അല്ലെങ്കിൽ ഒരു ലൈൻ ഇൻ്റഗ്രൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കണ്ടൂറിൽ നമ്മൾ ഇതിനെ ഒരു എൻ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഓരോ പോയിൻറ്റ്സ്, ഓരോ കോംപ്ലക്സ് പോയിൻറ്റ്, ഓരോ പോയിൻ്റാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനെ എൻ നമ്പർ ഓഫ് പോയിൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സെഡ് 0 ടു സെഡ് എൻ. ആൻഡ് വി ആർ കൺസിഡറിങ് 2 points, സെഡ് കെ ആൻഡ് സെഡ് കെ പ്ലസ് 1. ദെൻ സം ക്യാൻ ബി റിട്ടൺ ആസ്, ആൻഡ് xi k is the point between set k and set k plus 1. Then the sum can be written as summation of k is equal to 1 to n f of xi k z k plus 1 minus z k. ഇനി നമ്മൾ പറയുന്നത് ലിമിറ്റ് അപ്ലൈ ആണ്. ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു സമ്മേഷനെ നമ്മൾ ഇൻ്റഗ്രലിലേക്ക് വരുമ്പോൾ, ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്യുന്ന എപ്പോഴാണ്? വെൻ ദിസ് n ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോഴാണ്. n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞത് n നമ്പർ ഓഫ് പാർട്സ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പോയിൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ പോയിൻറ്റ്സും നമ്മളുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആണല്ലേ. അത്ര സ്മോളായിട്ടാണ് നമ്മളിതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കേസിലാണ് സമ്മേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷനായിട്ട് മാറുന്നത്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ k is equal to 1 to n f of psi k delta z k is equal to, നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം, ഇൻ്റഗ്രൽ c, that c is that particular curve, okay, or that line c f z t z. So this is the line integral or contour integral. ഇതിൽ z k പ്ലസ് 1 മൈനസ് സെഡ് കെ എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ഡെൽറ്റ സെഡ് ആക്കി. അതെന്താ വെച്ചാൽ n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ വളരെ സ്മോൾ നമ്പർ ഓഫ് അല്ലേ, വളരെ തിന്നായിട്ട് അതിനെ നമ്മളെന്താണ്, ഈ പോയിൻറ്റ്സ് ഒക്കെ വളരെ വളരെ അടുത്താണ്. അപ്പോൾ സെഡ് കെയും സെഡ് കെ പ്ലസ് എന്ന് പറഞ്ഞ പോയിൻറ്റ് വളരെ അടുത്താണ്. അതാണ് നമ്മൾ ഡെൽറ്റ സെഡ് കെ എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ലൈൻ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ കണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ തന്നെ, ഈ ഒരു കണ്ടൂർ ഇൻ്റഗ്രലിനെ നമുക്ക് വീണ്ടും വേറൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് നമുക്കറിയാമല്ലോ എഫ് ഇസഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണ്, സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, ആൻഡ് ഡി സെഡ് ഈക്വൽ ടു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. ആൻഡ് ദ ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി സെഡ് ഈക്വൽ ടു
ഇൻ്റഗ്രൽ സി നമ്മൾ എഫ് ഇസഡിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. യു പ്ലസ് ഐ വി ആൻഡ് ഡി സെഡ് ഈസ് ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ സി യു ഡി എക്സ് മൈനസ് വി ഡി വൈ പ്ലസ് ഐ ഇൻറ്റു integral v dx plus u dy. So this reduces the complex integral to the complex sum of real integrals. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിംപ്ലി കണക്റ്റഡ് റീജിയൻ എന്താണ്, അതുപോലെ തന്നെ മൾട്ടിപ്ലൈ കണക്റ്റഡ് റീജിയൻ എന്താണെന്നാണ്. അപ്പം നമ്മളൊരു റീജിയൻ കൺസിഡർ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ ഒരു കർവിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. വി ആർ ഇൻ്റഗ്രേറ്റിംഗ് എ ഫംഗ്ഷൻ, സപ്പോസ് എഫ് ഇസഡ്, വി ആർ ഇൻ്റഗ്രേറ്റിംഗ് എ ഫംഗ്ഷൻ എഫ് ഇസഡ് ഓവർ ദിസ് പെർട്ടിക്കുലർ കർവ്. അപ്പോൾ ആ ഒരു കർവ് എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ലൈൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ക്ലോസ്ഡ് കർവാണ്. ആൻഡ് വി ആർ ഇൻ്റഗ്രേറ്റിംഗ് എ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഓവർ ദിസ് ക്ലോസ്ഡ് കർവ് ആൻഡ് ഇറ്റ് ഫോംസ് എ ക്ലോസ്ഡ് റീജിയൻ അല്ലേ. ക്ലോസ്ഡ് കർവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഫോംസ് എ ക്ലോസ്ഡ് റീജിയൻ. അപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ ക്ലോസ്ഡ് കർവ് കൊണ്ട് കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് സിംപ്ലി കണക്റ്റഡ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി കണക്റ്റഡ് റീജിയൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു റീജിയൻ, ഇപ്പോൾ ഇവിടെ നമ്മളൊരു ലൈൻ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുന്നെന്ന് വിചാരിക്കുക, ഒരു കർവ് കൺസിഡർ ചെയ്യുന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കർവിനെ എനിക്കൊരു പെർട്ടിക്കുലർ പോയിൻറ്റിലേക്ക് ഷ്രിങ്ക് ചെയ്യണം. ചെയ്യുകയാണെങ്കിൽ ആ ഷ്രിങ്ക് ചെയ്യുമ്പം എന്താണ്, ആ ഷ്രിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പോയിൻറ്റിലേക്ക് വരുന്നത് ഈ റീജിയനിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊരു റീജിയൻ, ദെൻ ഇവിടെ നമ്മളൊരു ലൈൻ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുന്നു, ഒരു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുന്നു. ഇതിനെ നമ്മളൊരു പെർട്ടിക്കുലർ പോയിൻറ്റിലേക്ക് ഷ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ ആ ഷ്രിങ്ക് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്, എപ്പോഴും ആ റീജിയനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്, ആ റീജിയനിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിംപ്ലി കണക്റ്റഡ് റീജിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഈ ഒരു റീജിയൻ കൺസിഡർ ചെയ്യുക. ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ റീജിയൻ. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പോൾ ഇങ്ങനെ ഒരു റീജിയനിൽ ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു ലൈൻ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുന്നു. സപ്പോസ് ദിസ് ഈസ് മൈ ലൈൻ ഇൻ്റഗ്രൽ. അപ്പോൾ ഇതിനെ ഞാനൊരു പോയിൻറ്റിലേക്ക്, ഒരു സെഡ് എന്ന് പറഞ്ഞൊരു പോയിൻറ്റ്, ഓക്കെ, ആ ഒരു പോയിൻറ്റിലേക്ക് ഞാൻ ഷ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ ഈ റീജിയനിൽ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട് അല്ലേ, ലീവ് ചെയ്തിട്ടാണ് ഈ ഒരു പോയിൻറ്റിലേക്ക് ഷ്രിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്പിലുള്ള റീജിയനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയൻ എന്ന് പറയുന്നത്. ഇനി ലൈൻ ഇൻ്റഗ്രേഷൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് പോവാണ്. ലൈൻ ഇൻ്റഗ്രേഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, എഫ് ഇസഡ് ഡി ഇസഡ് അല്ലേ, ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി ഇസഡ്, ഇതാണ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റിയൽ ഫംഗ്ഷൻ്റെ കേസിലും കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ കേസിലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഈ പാത്ത് ഡിപ്പെൻഡൻ്റ് ആണോ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റിയൽ ഫംഗ്ഷനിൽ എങ്ങനെയാണ്, കോംപ്ലക്സ് ഫംഗ്ഷൻ വരുമ്പോൾ ആ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആകുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. സോ അതിൻ്റെ ഒരു റിയൽ ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് അവർ ഫംഗ്ഷൻ, എക്സ് വൈ ഈസ് ദി ഫംഗ്ഷൻ ആൻഡ് വി നീഡ് ടു ഇൻ്റഗ്രേറ്റ് ദിസ് എക്സ് വൈ ഓവർ എ പെർട്ടിക്കുലർ കർവ്. അപ്പോൾ ഇവിടെ രണ്ട് കർവ് കൊടുത്തിട്ടുണ്ട്, രണ്ട് പാത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് C1 എന്ന് പറയുന്ന പാത്തും C2 എന്ന് പറയുന്നൊരു പാത്തും. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് 2, 0, 0, 2. അപ്പോൾ രണ്ട് പാത്തിൻ്റെയും ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് സെയിം ആണ്, പക്ഷേ ഡിഫറെൻറ്റ് പാത്താണ് കൊടുത്തിരിക്കുന്നത്. സെയിം പോയിൻറ്റ്സ് ആണ് ബട്ട് ഡിഫറെൻറ്റ് പാത്താണ്. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, രണ്ട് വേരിയബിൾസിനെ നമ്മളൊരു സിംഗിൾ വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന് വി ഹാവ് ടു യൂസ് എ പാരാമീറ്റർ. സോ ഹിയർ ആദ്യത്തെ കർവ് എടുക്കുക. ആദ്യത്തെ കർവ് എന്ന് പറയുന്നത് ഈ ഒരു കർവാണ് അല്ലേ, C1 എന്ന് പറയുന്നത് ഈ ഒരു കർവാണ്. ഈ C1 എന്ന് പറയുന്ന കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ അല്ലേ, ഒരു സ്ഫിയറിൻ്റെ ഒരു പാർട്ടാണ് ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഇതാണ്, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 cos t ആൻഡ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 sin t. അപ്പോൾ ഇതൊരു കർവ്, ഈ കർവ് എന്ന് പറയുന്നത് ഒരു സ്ഫിയറിൻ്റെ പാർട്ടായതുകൊണ്ട് തന്നെ സ്ഫിയറിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, x² + y² = 2. അപ്പോൾ ഇവിടെ ആൻഡ് ദാറ്റ് റേഡിയസ്, അപ്പോൾ x² + y² = ഇവിടെ നോക്കിയാൽ
ഈ എക്സും ടിയും അതിൻ്റെ സ്ക്വയർ എടുക്കുവാണെങ്കിൽ 2 സ്ക്വയർ കോസ് ടി പ്ലസ് 2 സ്ക്വയർ സൈൻ ടി 2 കോമൺ ആയിട്ട് വരുന്നു. ദെൻ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈസ് 1. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് എന്താണ് കർവിൻ്റെ ആ ഒരു സ്ഫിയറിൻ്റെ ഇക്വേഷനും കിട്ടുന്നുണ്ട്. ആൻഡ് ഡി വൈ ഈസ് ഈക്വൽ ടു, ഇപ്പം ഡി വൈ ചെയ്താൽ എന്ത് കിട്ടും? 2 കോസ് ഡി ടി കിട്ടും. വൈ ഈസ് ഈക്വൽ ടു 2 സൈൻ ടി. സോ ഡി വൈ ഈസ് ഈക്വൽ ടു 2 കോസ് ഡി ടി. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും ചെയ്തത് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഇൻ്റഗ്രൽ 0 ടു പൈ ഇതെന്താണ് 90 ഡിഗ്രിയാണ്. സോ ഇൻ്റഗ്രൽ 0 ടു പൈ 2 കോസ് ടി, എക്സിന് പകരം നമ്മൾ 2 കോസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വൈക്ക് പകരം 2 സൈൻ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡി വൈക്ക് പകരം 2 കോസ് ടി ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 2 കോസ് ടി 2 സൈൻ ടി 2 കോസ് ഡി ടി. അപ്പം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഈസ് 8. ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 കോസ് സ്ക്വയർ ടി സൈൻ ടി ഡി ടി. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു വേരിയബിളും കൂടി കൊടുക്കുകയാണ്. സപ്പോസ് കോസ് ടി ഇസ് ഈക്വൽ ടു പി. കോസ് ടി ഇസ് ഈക്വൽ ടു പി ആണെങ്കിൽ സൈൻ ഡി ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സൈൻ ടി ഡി ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് ഡി പി വരും അല്ലേ? അപ്പം നമുക്ക് സൈൻ ടി ഡി ടിക്ക് പകരം ഈ മൈനസ് ഡി പി കൊടുക്കാം. കോസ് ടി ആണ് പി, അപ്പോൾ കോസ് സ്ക്വയർ ടിക്ക് എന്ത് കൊടുക്കാം? പി സ്ക്വയർ എന്നും കൊടുക്കാം. സോ അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ലിമിറ്റും ചേഞ്ച് ചെയ്യണം അല്ലേ? ഇതിപ്പം നമ്മളിവിടെ കൊടുത്തത് എന്താണ്? ടി 0 ടു പൈ എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. ബട്ട് ഇവിടെ നമ്മൾ പി ആയപ്പോൾ അവിടെ ലിമിറ്റ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തു. സോ ഇവിടെ ടി ഈസ് ഈക്വൽ ടു 0 അല്ലേ? ടി ഈസ് ഈക്വൽ ടു 0 ആൻഡ് ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 2. സോ ലിമിറ്റ് ആദ്യം നോക്കാം. ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ കോസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ആണ്. നമുക്കറിയാം ഓൾറെഡി എഴുതി കോസ് ടി ഈസ് ഈക്വൽ ടു പി. അവിടെ ടിക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ കോസ് 0 ഈസ് ഈക്വൽ ടു പി. സോ പി ഈസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ആകുമ്പോൾ കോസ് പൈ ബൈ 2 എന്ന് പറയുന്നത് വരും 0 വരും. സോ പി ഈസ് ഈക്വൽ ടു 0. നമ്മുടെ ലിമിറ്റ് അന്നേരം എങ്ങനെ ചേഞ്ച് ചെയ്തു? ഇൻ്റഗ്രൽ 1 ടു 0 പി സ്ക്വയർ ഡി പി മൈനസ് 8. ഇനി 8 ഇൻറ്റു പി ക്യൂബ് ബൈ 3. ഇവിടെ 1 ടു 0 ആണ്. 1 ടു 0. ദെൻ എനിവേ നമുക്ക് കിട്ടുന്നത് എന്താണ്? 8/3 കിട്ടും. 8/3 ആൻസറാണ് കിട്ടുന്നത്. 8/3. സോ ആദ്യത്തെ കർവിൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ C1 XY dy is equal to 8/3. സോ ഇനി നമുക്ക് രണ്ടാമത്തെ കർവ് എടുക്കാം. രണ്ടാമത്തെ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്, ഇങ്ങനെ ഒരു ലൈനാണ് അല്ലേ? അപ്പോൾ ലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2. എക്സ് പ്ലസ് വൈ 2. ഇനി അത് നമുക്കപ്പോൾ ഇതിന് എക്സിന് പകരം നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സ് ഈക്വൽ ടു 2 മൈനസ് വൈ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ആ ഒരു വൈയുടെ ടൈമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ എക്സിന് 2 മൈനസ് വൈ കൊടുക്കുക, വൈ അതേപടി എഴുതി ഡി വൈ. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 4/3 ആണ് ആൻസർ കിട്ടുന്നത്. സോ ആദ്യത്തെ കർവിൽ 8/3, രണ്ടാമത്തെ കർവിൽ 4/3. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ദിസ് integration, the integration of this real function over a curve is path dependent അല്ലേ? പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ് സെയിം ആണെങ്കിലും പാത്ത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചപ്പോൾ നമുക്ക് വാല്യൂ എന്താണ് ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. ഇത് നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷനിലോട്ട് നോക്കാം. ഇപ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഞാനിവിടെ 3 കർവാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. 3 പാത്ത് കൺസിഡർ ചെയ്തിരിക്കുന്നു. പാത്ത് 1, പാത്ത് 2, പാത്ത് 3. ആൻഡ് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ് സെയിം ആണ്, പക്ഷേ അതിലേക്ക് വരുന്ന പാത്ത് ഡിഫറെൻ്റ് ആണ്. 0, 0 to 1, 1 ആണ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നു, ദെൻ ഈ ഒരു രീതിയിൽ, ഇവിടെ ഈ ഒരു രീതിയിൽ വന്നിട്ട് ഇങ്ങനെ പോരുന്നു, ഇതിങ്ങനെ. അപ്പം 3 പാത്താണ്. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ z², കോംപ്ലക്സ് ഫംഗ്ഷനാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ fz is equal to z², z is equal to x plus iy, z² is equal to x² minus y² plus 2ixy. അപ്പോൾ fz dz ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്ക് കൊടുക്കാം. fz എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ്. fz is z². z² എന്താണ്? ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ dz എന്ന് പറഞ്ഞാൽ ഇതിനെ dz കാണുക. dz എന്താണ്? dx plus I dy. അപ്പോൾ പാത്ത് 1, പാത്ത് 2, പാത്ത് 3 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുകയാണ്. പാത്ത് 1 ചെയ്യുന്നു. സോ ഇൻ്റഗ്രൽ ഓവർ fz dz is equal to ലിമിറ്റ് വരുന്നത് എന്താണ്? ഇൻ്റഗ്രൽ 0 to 1 ആണ്. ഇൻ്റഗ്രൽ 0 to 1 ആണ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു പാത്ത്, ഇവിടെ 2 പാത്തായിട്ട് നമുക്ക് ഈ ഒരെണ്ണത്തിനെ നമുക്ക് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഒന്ന് ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു പാത്ത് വരുമ്പോഴത്തേക്കും അവിടെ എക്സിന് ചേഞ്ച് ഒന്നും വരുന്നില്ല, x 0 തന്നെയാണ്. സോ ഇവിടെ എക്സിന് ചേഞ്ച് വരുന്നില്ല, അതുകൊണ്ട് എന്താണ് 0 വരും.
ദെൻ വൈക്ക് എന്ത് വരുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട് അല്ലേ, വൈ ആണ് ഇങ്ങോട്ട് പോകുന്നത്. സോ വൈ സ്ക്വയർ അങ്ങനെ എഴുതി. അടുത്തത് 2i(xy), ഇവിടെ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ പാർട്ട് 0 ആയി. പിന്നെ ഇവിടെ വരുമ്പോൾ എന്ത് വരും, dx 0 ആയി, i dy മാത്രമേ ചേഞ്ച് ഉള്ളൂ. പ്ലസ് ഇനി അടുത്ത് ഇങ്ങോട്ടല്ലേ വരുന്നത്, ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും, y എന്ന് പറയുന്നത് ഓൾറെഡി എന്തായി 1 ആയി. പിന്നെ എക്സിനാണ് ചേഞ്ച് വരുന്നത്. സോ എക്സ് സ്ക്വയർ ഞാൻ അതേപടി എഴുതി, വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ 1 എഴുതി, പ്ലസ് 2ix, കാരണം y ഈസ് ഈക്വൽ ടു 1 കൊടുത്താൽ 2ix വരും. ദെൻ അടുത്തത് ഇവിടെ ഡിവൈക്ക് ചേഞ്ച് വരുന്നില്ല, y 1 ആയിട്ട് ഇവിടെ ഫിക്സ് ചെയ്യാണ്. സോ ഇത് 0 വരും. ഇവിടെ എന്ത് വരും, dx ചേഞ്ച് വരുന്നു. സോ dx. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ y³ 3, അതുപോലെ തന്നെ x²x³ 3 ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ് 2/3i - 1. സോ പാത്ത് 1 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇതാണ് 2/3i - 1. ഇനി നമ്മൾ പാത്ത് 2ഉം ഇതേപോലെ തന്നെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ പാത്ത് 2ഉം കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യത്തെ കേസിൽ എന്താണ്, x² dx വരും. കാരണം ഇവിടെ വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ, എക്സിനാണ് ചേഞ്ച് വരുന്നത്, y എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് വരില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ x² dx പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 1 - y² പ്ലസ് 2iy i dy. അപ്പോൾ ഇതും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2/3i - 1 ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത എന്താണ്, ഈ ലൈനാണ് വരുന്നല്ലേ, ഈ ലൈൻ എന്ന് ഒരു സ്ട്രൈറ്റ് ലൈനാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി. ലൈൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി, where x ഈക്വൽ ടു 0 ആൻഡ് m ഈസ് ദ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 1, ദെൻ x ഈക്വൽ ടു y. x ഈക്വൽ ടു y ആകുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ മതി. സോ ഇവിടെ x² നോക്കിയേ, x² - y². അപ്പോൾ x ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ x² - x² തന്നെയാണ്. അപ്പോൾ എന്താണ് 0 വരും. പിന്നെ അടുത്തത് 2ixy എന്ന് പറയുമ്പോൾ x ഈക്വൽ ടു y. സോ ഇതിനെ നമുക്ക് 2ix² എന്ന് എഴുതാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2ix². ദെൻ ബാക്കി വരുന്നത് dx പ്ലസ് i dx. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ dxഉം ഇവിടെ dxഉം ഉണ്ടല്ലോ. സോ ഇവിടെ dx കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ dx ഇൻറ്റു 1 + i വരും. ആ 1 + i ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 1 + i. പിന്നെ ഇവിടുന്ന് 2i കൊടുത്തിരിക്കുന്നു. അതാണ് ഇവിടെ 2i ഇൻറ്റു 1 + i വന്നിരിക്കുന്നത്. ബാക്കി എന്താണ്, x² dx വന്നിരിക്കുന്നു. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും എന്ത് കിട്ടുന്നു, സെയിം ആൻസർ തന്നെയാണ് കിട്ടിയത്. പാത്ത് 1ഉം പാത്ത് 2ഉം ചെയ്ത പോലെ തന്നെ 2/3i - 1. എന്ന് വെച്ചാൽ FZ എന്ന് പറയുന്നത് ഒരു അനലറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ ആൻഡ് വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് അനലറ്റിക് ഫംഗ്ഷൻ ഓവർ എ പാത്ത്, ഇറ്റ് ഈസ് നോട്ട് എ പാത്ത് ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ഇത് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഏത് പാത്തിൽ കൂടി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, FZ DZ ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. നമുക്കറിയാം FZ ഈസ് ഈക്വൽ ടു Z* എന്ന് പറയുന്നത് ഒരു അനലറ്റിക് ഫംഗ്ഷൻ അല്ല എന്ന് നമ്മൾ നേരത്തെ കോഷി റീമാൻ കണ്ടീഷൻ വെച്ച് അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. എനിവേ നമുക്കറിയാം ഇറ്റ് ഈസ് നോട്ട് ആൻ അനലറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നുണ്ടോ, നമുക്ക് എന്താണ്, നമുക്ക് 2 പാത്തിൽ കൂടി ചെയ്യുമ്പോൾ 2 റിസൾട്ട് കിട്ടണം അല്ലേ. കാരണം പാത്ത് ഡിപ്പെൻഡൻ്റ് ആവണം, എന്നാലേ ശരിയാവുള്ളൂ. കാരണം ഇത് അനലറ്റിക് ഫംഗ്ഷൻ അല്ല. അനലറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ പാത്ത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. സോ ഇവിടെ നമ്മൾ FZ ഈക്വൽ ടു Z* എടുക്കുകയാണെങ്കിൽ 2 പാത്ത് ജസ്റ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം 2 പാത്ത് കൺസിഡർ ചെയ്യുന്നു. FZ ഈസ് ഈക്വൽ ടു Z* ഈസ് x - iy. ആൻഡ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, FZ DZ അല്ലേ. സോ x - iy dx പ്ലസ് i dy. ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതുമ്പോൾ എന്ത് വരും, ഇങ്ങനെ വരും. ദാറ്റ് ഈസ് x dx പ്ലസ് y dy പ്ലസ് i ഇൻറ്റു ഇൻ്റഗ്രൽ x dy മൈനസ് y dx. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ പാത്ത് 1ൻ്റെ കേസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പാത്ത് 1 ഇത് പാത്ത് 1, ഇത് പാത്ത് 2. പാത്ത് 1ൻ്റെ കേസ് ആകുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ 2x dx ഈക്വൽ ടു എക്സും വൈയും വരുന്നുണ്ടല്ലോ. സോ ഇവിടെ x ഈക്വൽ ടു y ആണ് വന്നിരിക്കുന്നത്. സോ ഇതും എക്സ് ഇതും എക്സ്. ദെൻ 2x dx ഇൻ്റഗ്രൽ 0 to 1 2x dx ഈക്വൽ ടു 2 ഇൻറ്റു x²/2 ഇൻ്റഗ്രൽ 0 to 1. അത് നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 കിട്ടും. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് പാത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ FZ DZ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 x dx എഴുതി y dy. ഇത് 0 ആകും കാരണം ഇങ്ങോട്ടല്ലേ പോകുന്നത്. വൈക്ക് നോ ചേഞ്ച്, y dy. അടുത്തത് ഈ ഒരു രീതിയിൽ പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ്, എക്സിന് ചേഞ്ച്
വരുന്നില്ല. ദെൻ വൈ ഡി വൈ വരുന്നുണ്ട്. ബാക്കി ഈ പോർഷനും കൂടി നമ്മളൊന്ന് ജസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, അവിടെ വൈ ഡി എക്സ് ചേഞ്ച് വരുന്നുണ്ട്. അല്ല, ഈ ഒരു രീതിയിൽ പോകുമ്പം എന്താ വരിക, എക്സിന് ചേഞ്ച് വരുന്നുണ്ട്, വൈക്ക് ചേഞ്ച് വരുന്നില്ല, 0 ആകും. ദെൻ ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും, വൈക്ക് ചേഞ്ച് വരുന്നുണ്ട്, എക്സ് ഈക്വൽ ടു 1. ദെൻ ഇൻ്റഗ്രൽ 0 to 1 ഈ പോർഷൻ വരുമ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ 0 to 1 i dy എന്ന് വരും. സോ ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1 + i ആണ്. സോ ആദ്യത്തേന് നമുക്ക് കിട്ടിയത് 1ഉം രണ്ടാമത്തേന് ആൻസർ കിട്ടിയത് 1 + i ആണ്. സോ 2 റിസൾട്ടാണ് കിട്ടിയത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് അനാലിറ്റിക് ഫംഗ്ഷൻ. സോ ഇറ്റ് ഈസ് എ പാത്ത് ഡിപ്പെൻഡൻറ്റ് ഇൻ്റഗ്രേഷൻ. പാത്തിനനുസരിച്ച് എന്താണ്, നമുക്ക് റിസൾട്ട് ചേഞ്ച് ചെയ്തു.